അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മീനച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ ചൂരമീൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്ത മീൻ. 50 ഗ്രാം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 50 ഗ്രാം വെളുത്തുള്ളി, അത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ മുറിക്കണമെന്നില്ല. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ പച്ചമുളക് കൊണ്ട് 4 എടുത്തത്. നിങ്ങൾ ഒരു 5-6 എടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കടുക് 1/2 ടീസ്പൂണ്, ഉലുവ 1 ടീസ്പൂണ്, കറിവേപ്പില, ചെറുക്ക, വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുക. അടുപ്പ് ഓണാക്കിയിട്ട് കടായി വെച്ച് കൊടുക്കുക. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലും എടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം 2 മിനിറ്റ് നമുക്ക് ഇളക്കാൻ തന്നെ വെക്കണം. ഇട്ടപാട് ഇളക്കിയാൽ അത് മീൻ പൊടിഞ്ഞു പോകും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇത് ഞാൻ ആദ്യം 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നെ ചെറുതാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 7 മിനിറ്റായി. 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും 5 മിനിറ്റ് ചെറിയ തീയിലുമാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. നല്ലപോലെ പൊരിയണം, അല്ലെങ്കിൽ മീനച്ചാർ വേഗം ചീത്തയായി പോകും. ഇനി അച്ചാറിന് വേണ്ടുന്ന മസാല റെഡിയാക്കിയെടുക്കാം. ഇത് പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മീൻ പൊരിച്ചെടുത്ത് വെച്ച ഓയിൽ അയച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഉലുവ ഇട്ടെടുത്ത് തീ സ്ലോ ചെയ്യുക. പെട്ടെന്ന് ഉലുവ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് വെക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത ശേഷം അടുപ്പ് സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളി ഇഞ്ചിയും കരിഞ്ഞു പോകും. ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഇവിടെ നല്ലെണ്ണ ഉപയോഗിച്ചാൽ ആരും അച്ചാറൊന്നും കൂട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചത്. ഏത് ഓയിലും ഉണ്ടാക്കാം. കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ ആദ്യം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് മസാലയിൽ ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുർക്കയൊക്കെ ഒഴിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നല്ലപോലെ തീ ചെറുതാക്കിയിട്ട് വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീൻ ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ചെറിയ തീ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സിർക്ക ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3/4 കപ്പ് സിർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
1 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ട് 2 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നത് ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കാനാണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാമല്ലോ. ഇത് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കിലോ 2 കിലോ 3 കിലോ എത്രയും വേണ്ടിക്ക് ഇതിൻ്റെ അനുസരിച്ചിട്ട് മസാലയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം. നല്ല കിടിലൻ അച്ചാറാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഉപ്പും പുളിയൊക്കെ സുർക്കയൊക്കെ മതിയോ എന്നുള്ളത്. എല്ലാം കണക്ക് തന്നെ. നല്ല കിടിലൻ അടിപൊളി അച്ചാറാണ്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അച്ചാർ നല്ലപോലെ ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുപ്പിയിലേക്ക് മാറ്റാം. ഇത് നല്ലതാക്കാം. ലൂസൊക്കെ കണക്കാണ്. നിങ്ങൾക്ക് ടൈറ്റായി പോയില്ലെങ്കിൽ കുറച്ച് സിർക്ക ചൂടാക്കിയതിന് ശേഷം ഒഴിക്കണം. ചൂടാക്കാണ്ട് ഒഴിക്കരുത്. ആവശ്യത്തിനനുസരിച്ചിട്ട് സിർക്ക ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.